ഈ ഭരണസമിതി കോർപ്പറേഷൻ എങ്ങനെ അധികാരത്തിൽ വന്നത്? 2020 മുതൽ 2025 വരെയും 2015 മുതൽ 2020 വരെയും പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരമായിരുന്നു. ഭരണപക്ഷത്തിന്റെ അഴിമതിക്കെതിരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള സമരമായിരുന്നു. ഞങ്ങളുടെ വനിതാ കൗൺസിലർമാരൊക്കെ ഉൾപ്പെടെ നിരവധി ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടോ? നിരവധി ദിവസം ഞങ്ങൾ തല്ലുകൊണ്ടിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം UDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കണം. കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഗവൺമെന്റിനെതിരെ ഏതെങ്കിലും ഒരു സമരം ചെയ്ത് ശ്രീ VD സതീശൻ ഒരു ദിവസമെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു ജയിലിൽ VD സതീശൻ പോയിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് ചോദിക്കുവാനുള്ള അവസരമാണ് UDF-നോട്. ഒരു സമരം ചെയ്തിട്ടില്ല. K. സുധാകരൻ പോയിട്ടുണ്ടോ? മുല്ലപ്പള്ളി രാമേന്ദ്രൻ പോയിട്ടുണ്ടോ? സണ്ണി ജോസഫ് പോയിട്ടുണ്ടോ? ഈ ശബരിനാഥൻ പോയിട്ടുണ്ടോ? K. മുരളീധരൻ പോയിട്ടുണ്ടോ? 10 വർഷം പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ഒരു സമരവും ചെയ്യാത്തവരാണ് പറയുന്നത് ഞങ്ങൾ എല്ലാവരും മുഖ്യമന്ത്രിയാവാൻ തയ്യാറാണ്. 150 സീറ്റേ ഉള്ളൂ. 250 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാര് അവർ റെഡിയായിട്ടുണ്ട്. 150 സീറ്റേ ഉള്ളൂ എന്നുള്ളത് ഇവർ മറന്നുപോയി. ഇനി സീറ്റ് ഏതൊരു പത്രത്തിൽ കണ്ടെങ്കിൽ സീറ്റ് വിഭജനം വരുമ്പോഴേക്ക് 210 സീറ്റ് ഉണ്ടാവും കേരളത്തിൽ നിന്ന്. ഏതോ ഒരു പത്രത്തിന്റെ വാർത്ത ഉണ്ട്. അത് കണ്ടുകൊണ്ട് ഇപ്പം തന്നെ 250 പേർക്ക് മുഖ്യമന്ത്രിയാവെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുക. 250 KC വേണുഗോപാൽ പറയാ നിങ്ങളൊക്കെ തമ്മിലടിച്ചോ ഞാൻ അവിടെ നിന്ന് വരാന്ന് പറഞ്ഞിരിക്കും. ഒരിക്കലും നടക്കാൻ പോകണം. കാര്യം അവിടെ ആശം പൂട്ടി. ഡൽഹിയിൽ തമിഴ്നാട് കൊണ്ട് ഡൽഹിയിലെ കാശ്മീരിലെ പൂട്ടിയിട്ടാണ് അളിയിൽ നിൽക്കുന്നത്. എത്ര ചേർന്ന് ഇവിടെ പൂട്ടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് ഇവിടെ കോൺഗ്രസിന്റെ കച്ചവടം പൂട്ടി തരാനാണ് KC വേണുഗോപാൽ പറയുന്നത്. ഒരിക്കലും ഒരു സമരം ചെയ്ത് ഏതെങ്കിലും ഒരു പോലീസ് VD സതീശനെ 1 മണിക്കൂർ അവസ്ഥയാണ് കണ്ടിട്ടുണ്ടോ? 1 മണിക്കൂർ പറഞ്ഞോ? എന്നിട്ട് പോലെ ഞങ്ങൾ കോർപ്പറേഷന്റെ ഭരണം കിട്ടണമെന്ന് പറഞ്ഞാൽ അർഹത ഞങ്ങൾ 5 കൊല്ലം വീട്ടിൽ കിടന്നുറങ്ങിയതിനേക്കാൾ കൂടുതൽ കോർപ്പറേഷനിലും പോലീസ് സ്റ്റേഷനിലും നന്നാണ് ക്യാമ്പിലുമായിരുന്നു. 30 ദിവസമല്ലേ? 20 വനിതകളും 15 പുരുഷന്മാരും കൂടി 30 ദിവസം ന്യൂസ് പേപ്പർ വിരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ കോർപ്പറേഷന്റെ ഹാളിൽ സമരം ചെയ്യുന്നത്. അവിടുത്തെ ടോയ്ലറ്റാണ് ഉപയോഗിച്ചത്. ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അത് അംഗീകരിച്ചുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ അധികാര ചുമതലയിലെത്തിച്ചത്. ഇപ്പോഴും ഞങ്ങൾ 18-20 മണിക്കൂർ വർക്ക് ചെയ്യാണ് ജനങ്ങൾക്ക് വേണ്ടി. ഒരു ദിവസം രമേശ് ചെന്നിത്തല ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഒരു ദിവസം K. സുധാകരൻ കിടന്നിട്ടുണ്ടോ? VD സതീശൻ കിടന്നിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷവും ശബരിമല കൊള്ള നടന്നപ്പോൾ ഉൾപ്പെടെ ഒരു ദിവസം ജയിലിൽ പോകാത്ത ഈ UDF-നെ ഈ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും തയ്യാറാകുമോ? തയ്യാറാകില്ല. ഇവരൊരു പ്രതിപക്ഷമായിരുന്നു എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഖജനാവ് ഇങ്ങനെ കാര്യമാകുമായിരുന്നില്ല. ഇവരൊരു പ്രതിപക്ഷമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ പ്രതിപക്ഷമായിരുന്നപ്പോഴല്ലേ ശബരിമലയിൽ സ്വർണ്ണപ്പാട് കൊണ്ട് അടിച്ചുകൊണ്ട് പോയത്? ഇവർ പ്രതിപക്ഷമായിരുന്നപ്പോഴല്ലേ വനിതകളെ സന്നിധാനത്ത് കയറ്റുവാൻ വേണ്ടിയിട്ട് തയ്യാറായത്? ഇവർ പ്രതിപക്ഷമായിരുന്നില്ല. മറിച്ച് പിണറായി വിജയന്റെ എല്ലാ അഴിമതികൾക്കും കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുന്ന ഭരണപക്ഷത്തിന്റെ B ടീമായിരുന്നു കേരളത്തിലെ UDF എന്നാണ് ഈ അവസരത്തിൽ ബോധ്യമാകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആരാധനായ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നിട്ട് പോയിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. വളരെ പ്രതീക്ഷയോടാണ് അദ്ദേഹം കേരളത്തെ കാണുന്നത്. കേരളത്തെ സത്യത്തിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹവുമായി 2-2.5 മണിക്കൂർ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു പിതാവിന്റെ വാത്സല്യം, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠന്റെ വാത്സല്യം, അല്ലെങ്കിൽ ഒരു നേതാവിന്റെ ഒരു ആത്മവിശ്വാസം ഒക്കെയാണ് അദ്ദേഹത്തിന് ഞങ്ങൾ ലഭിച്ചത്. അദ്ദേഹത്തിന് കേരളത്തോടുള്ള ഇന്നലെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു കോർപ്പറേഷനിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ കൊണ്ടുവരണം. ഞാൻ 2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അതിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കും. ഒന്ന്, ഇപ്പൊ പാചകവാതകത്തിന് ചെറിയ ക്ഷാമം വന്നു. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്റർനാഷണൽ ലെവലിൽ ഒരു യുദ്ധം നടക്കുകയാണ്. അവിടെ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ നമ്മളെ ചില സഹാക്കന്മാർ ശിഷ്യന്മാർ ചെയ്യുന്ന പോലെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലോട്ട് പ്രകടനം നടത്തിയാലൊന്നും യുദ്ധം അവസാനിക്കുകയില്ല. അവിടെ യുദ്ധം നടക്കുമ്പോൾ റഹീം ചെയ്യണം, തൊട്ടപ്പുറത്തെ പോസ്റ്റ് ഓഫീസിലോട്ട് പ്രകടനം നടത്തിയത് ബസ്സിൽ വിളിച്ചാണ്. എങ്ങനെ യുദ്ധം തിരികെ കൊറോണ വന്നപ്പോഴേക്കും റഹീം ചെയ്തത് തേഞ്ഞിപ്പാല, അത് റഹീം മലപ്പുറം തേഞ്ഞിപ്പാല പോസ്റ്റ് ഓഫീസിലോട്ട് പ്രകടനം നടത്തിയത്. അതിലൊന്നും അവസാനിക്കില്ല. യുദ്ധം ഇന്റർനാഷണൽ ഇഷ്യൂസ് ആണ്. അതൊക്കെ തന്നെ അവിടെ പരിഹരിക്കുന്നതാണ്. പക്ഷേ ആ യുദ്ധം അല്ലെ, ഇത് ശിവകുട്ടിമാരുടെ ശിഷ്യന്മാരല്ലേ. അപ്പോ സ്വാഭാവികമായിട്ട് ഇതൊന്നും കാണിച്ചിട്ട് നാടിനെ മുന്നോട്ട് സാധിക്കില്ലല്ലോ. അപ്പോ ഈ യുദ്ധം വന്നപ്പോഴേക്കും നിങ്ങളൊക്കെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചതാണ്. ഞാനത് വളരെ അഭിമാനത്തോടെയാണ് പത്രപ്രസ്ഥാനം വായിച്ചത്. ഇറാന്റെ ഭരണാധികാരിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഭാരതത്തിന്റെ കപ്പലുകൾക്ക് പാചകവാതകം കൊണ്ട് ഹോർമോസ് കടലിലേക്ക് താണ്ടാൻ വേണ്ടി എല്ലാ സുരക്ഷയും ഞങ്ങൾ ഒരുക്കും. നിങ്ങൾ ആരെങ്കിലും പാകിസ്ഥാന്റെ കപ്പലുകൾക്ക് അവിടെ താണ്ടാൻ വേണ്ടി സുരക്ഷ ഒരുക്കുന്നില്ലാൻ പറഞ്ഞു കേട്ടോ? ബംഗ്ലാദേശിന്റെ കപ്പലുകൾക്ക് പോകാൻ പറ്റുമെന്ന, നേപ്പാളിന്റെ കപ്പലുകൾക്കോ ശ്രീലങ്കയുടെ കപ്പലുകൾക്കോ അവിടെ വഴി പോകാൻ പറ്റുമെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടില്ല?
ആരും ചോദിക്കാതെ തന്നെ പറഞ്ഞു ഭാരതത്തിന്റെ കപ്പലുകൾക്ക് എല്ലാ സുരക്ഷയും ഞങ്ങളോട് ഇടാൻ പറഞ്ഞു. അല്ലെ? അങ്ങനെയല്ലേ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ പോലെ ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ പാചകവാതം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 5-6 വർഷം മുമ്പുള്ള കാര്യമാണ്, പലർക്കും ഓർമ്മയുണ്ടാകും. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നും ഒരുപാട് കുട്ടികൾ കുറച്ച് ഫീസ് കുറവായതുകൊണ്ട് യുക്രൈനിലേക്കും റഷ്യയിലേക്കും ഒക്കെ തന്നെ മെഡിസിൻ പഠിക്കാൻ പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നൊരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യാം. അങ്ങനെ വന്നപ്പോഴാണ് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നത്. ഒരുപാട് പേർ അവിടേക്ക് അകപ്പെട്ടല്ലോ. ഇന്ത്യയിൽ നിന്നും ഒരാളിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ തിരിച്ചു വന്നു. അതായത് പറഞ്ഞ സമയം അല്ലാത്തൊരു സമയത്ത് ഒരു കുട്ടി, കർണാടകത്തിലെ ഒരു കുട്ടി പുറത്തു പോയ സമയത്താണ്, അതായത് ഈ സമയം പുറത്തു പോകരുതെന്ന് നിയന്ത്രണം ഉണ്ടായിരുന്ന സമയത്ത് അത് കേൾക്കാതെ പുറത്തു പോയപ്പോഴാണ്, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പുറത്തു പോയത് കൊണ്ടാണ് ഒരാളിന് അഭയം കിട്ടിയത്. ബാക്കി ചെയ്യുന്ന ഒരാളുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. തിരിച്ചെത്തിച്ചു എല്ലാവരെയും. അപ്പോ ഇന്ത്യയിൽ നിന്ന് എല്ലാവരും തിരിച്ചെത്തി. പക്ഷേ ലോകം ശ്രദ്ധിച്ചത് പാകിസ്ഥാനിൽ നിന്നും സുരക്ഷിതമായി തിരിച്ചെത്തിയ ഒരു കുട്ടിയുടെ വാക്കുകളാണ്. പാകിസ്ഥാനിൽ നിന്ന് പോയ പലരും അപകടത്തിൽപ്പെട്ടു. പക്ഷെ ഒരു പെൺകുട്ടി തിരിച്ചെത്തി. അവളുടെ വാക്കുകളാണ് ലോകം ശ്രദ്ധിച്ചത്. ആ കുട്ടി എന്താണെന്നറിയാം പറഞ്ഞത്? ഞങ്ങളുടെ കോളേജിൽ നിന്ന് വന്ന ആർക്കും പരിക്കൊന്നും പറ്റിയില്ല. കാരണം ഞാൻ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും എയർപോർട്ടിലേക്ക് പോയപ്പോൾ എന്റെ ബസിന്റെ മുകളിൽ പാറിച്ചെന്നത് ഭാരതത്തിന്റെ ദേശീയ പതാകയായിരുന്നു. പാകിസ്ഥാനിൽ പോയിട്ട് കുട്ടി പറയുകയാ, അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, അമ്മയെ എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചത് നരേന്ദ്രമോദിയുടെ രാജ്യത്തിന്റെ മൂവർണ്ണ കൊടി എന്റെ ബസിന്റെ മുമ്പിൽ പാറിച്ചത് കൊണ്ടായിരുന്നു. ആ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ കിട്ടി ഭാരതത്തിന്റെ ദേശീയ പതാക? കുട്ടി പറഞ്ഞു, യുദ്ധം നടക്കുമ്പോഴേക്കും ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ വരാനുള്ള റഡാറിലെ സിഗ്നലൊന്നും പതിഞ്ഞില്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ തന്നെ വിമാനങ്ങൾ ദൂരെ വരുമ്പോൾ തന്നെ റഡാറിൽ പതിയുമല്ലോ. അപ്പൊ സൈറൺ മുഴങ്ങും. അതുപോലെ ഒരു ദിവസം ഒരു അരമണിക്കൂറൊക്കെ, അല്ലെങ്കിൽ 2 ദിവസം അരമണിക്കൂറൊക്കെ തന്നെ ഇവർക്ക് ബങ്കറിൽ നിന്ന് പുറത്തു കടന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയുള്ള അവസരം കൊടുക്കും. അങ്ങനെ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ ഭക്ഷണ സാധനം വാങ്ങാനല്ല പോയത്, മറിച്ച് ഞാൻ അപ്പുറത്തൊരു കടയിൽ പോയിട്ട് വെള്ള പേപ്പർ വാങ്ങിച്ചിട്ട് ഈ ഇന്ത്യയുടെ കൊടി വരയ്ക്കുള്ള ചായങ്ങൾ വാങ്ങി ഞങ്ങൾ ബംഗറിൽ വന്നിരുന്ന് ഇന്ത്യയുടെ ദേശീയ പതാക പാകിസ്ഥാന്റെ ഒരു കുട്ടി വരച്ചിട്ട് അവളുടെ ബസിന്റെ പുറമുള്ളവർ പിടിക്കുക, ഭാരത് മാതാക്ക് ജയ് വിളിക്കുക പാകിസ്ഥാനിലെ കുട്ടികൾ. എന്നിട്ട് ഞാൻ സന്തോഷത്തോടെ സുരക്ഷിതമായിട്ട് ഞാൻ വീട്ടിലെത്തി. അമ്മേ, നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രി പാകിസ്ഥാനിലുണ്ടായിരുന്നെങ്കിൽ ലോകത്തിന്റെ മുകളിൽ സുരക്ഷിതമായി തലയുയർത്തി നിൽക്കാമായിരുന്നു എന്ന് ആ പെൺകുട്ടി പറയുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ പ്രവർത്തകരായ നമ്മളൊക്കെ തന്നെ അങ്ങേയറ്റം തന്നെ അഭിമാനമുണ്ടാകണം. അവിടെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നരേന്ദ്രമോദിയെ പ്രതിനിധിയായിട്ട് നിയമം നിയോജകമണ്ഡലത്തിലെത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടപ്പിലാക്കാൻ പറഞ്ഞപ്പോഴേക്കും ഈ ശബരിനാഥന്റെ നേതാവുണ്ടല്ലോ, പീച്ച് നമ്പരം, അദ്ദേഹം പാർലമെന്റിൽ നിന്ന് ഒരു ചിരിച്ചോണ്ട് ചോദിച്ചു, എങ്ങനെയാണ് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ഇന്ത്യ ടു ഇംപ്ലിമെന്റ് ദ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ? എങ്ങനെയാണ് നടപ്പിലാക്കാൻ സാധിക്കുന്നത്? നെറ്റ് കണക്ഷൻ മാർക്കറ്റുകളിലുണ്ടോ? ഇന്റർനെറ്റ് കണക്ഷൻ, അതായത് നമ്മൾ മൊബൈലിൽ അടിക്കുമ്പോൾ നെറ്റ് കണക്ഷൻ ഇല്ലാതെ എങ്ങനെ കിട്ടും? പോയിന്റ് ഓഫ് സർവീസ് മെഷീൻ ഉണ്ടോ? എങ്ങനെ നിങ്ങൾ അദ്ദേഹമായിരുന്നല്ലോ അന്ന് വരെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ, പിന്നീട് ഇടി പിടിച്ച് അകത്താക്കിയപ്പോഴാണ് അദ്ദേഹം പൊളിഞ്ഞു പോയത്. അദ്ദേഹം ചോദിച്ചില്ലേ, ഇടി പതിയാടി പിടിച്ച് പൊക്കിയെടുത്താകത്തില്ലേ കുറെ ദിവസം അഴിമതിക്കുന്ന പേരിൽ. അപ്പോ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ നടപ്പിലാക്കുമെന്ന്? പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ വിളിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ, ഇന്ത്യ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ആരംഭിക്കണം. പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട ഏറ്റവും മികച്ച IT വിദഗ്ധരായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് IT സെക്ഷൻ അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യമായിട്ട് ഭാരതം മാറിയെങ്കിൽ ആ രാജീവ് ചന്ദ്രശേഖറിലെ നിയമത്തിന്റെ MLA ആയിട്ട് മാറേണ്ടത് അല്ലേ? അമേരിക്ക ഇപ്പൊ ഇന്ത്യയോട് ചോദിക്കുക, അമേരിക്കക്കാരാണ് എല്ലാം കണ്ടുപിടിക്കാൻ വികസനം. ഇപ്പൊ ഇന്ത്യയോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെ നേടി? നിങ്ങൾ എങ്ങനെ ഇന്ത്യ പോലുള്ള ഈ മഹാരാജ്യത്ത് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എല്ലാവരെയും അമ്പലത്തിലെ സന്നദ്ധനായിരിക്കുന്ന തിരുമേനിയുടെ ഉൾപ്പെടെ കയ്യിൽ QR കോഡ് കാണുമ്പോഴേക്കും നമുക്ക് സന്തോഷമുള്ള അഭിമാനമാണ്. ഒരു രാജ്യത്തെ ടെക്നോളജി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ വേണ്ടി പ്രയത്നിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ മണ്ഡലത്തിന്റെ MLA ആകണമോ? PM3 പദ്ധതി മുടക്കിയതിലൂടെ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി ഇരുട്ടിലാക്കിയ ശിവക്കുട്ടിയുടെ MLA ആവണമെന്ന് നേമം മണ്ഡലത്തിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കില്ല പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 45 വർഷം ഈ സംസ്ഥാനം ഭരിച്ചവർക്ക്, ഈ കോർപ്പറേഷൻ ഭരിച്ചവർക്ക് തിരുവനന്തപുരത്തിന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല. തിരുവനന്തപുരത്തിന്റെ തെരുവ് നായ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല. 30 ദിവസം കൊണ്ട് 50 തെരുവ് നായ്ക്കളെ 50 കെട്ടലാക്കിയ ഭരണസമിതിയുടെ നേതൃത്വം നൽകുന്നതാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ആ പ്രശ്നം പരിഹരിച്ചു.
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി 48 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂർ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേമം നിയോജകമണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന് താമരയുടെ കാലത്തിൽ ഒരിക്കൽ കൂടി വോട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ജയ് ഭാരത് മാതാ.